ഹലോ ഗൈസ്, അപ്പം ഞങ്ങളിന്ന് പുറത്ത് പോവുകയാണേ. നല്ല ക്ലൈമറ്റാണ്, അപ്പോൾ അതൊക്കെ ആസ്വദിക്കാൻ വേണ്ടി പുറത്ത് പോവുക. നാട്ടിലെ ക്ലൈമറ്റ് ചൂടൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. കുറഞ്ഞു എന്നല്ല, ശരിക്കും കുറഞ്ഞു, ഇല്ല എന്ന് തന്നെ പറയാം. നാട്ടിലെ ക്ലൈമറ്റ് ആയിട്ടുണ്ട്. നമുക്ക് പുറത്ത് പോവാം. ക്ലൈമറ്റ് ഒക്കെ അങ്ങ് ചേഞ്ച് ആയിട്ട് ആകാശത്തിന്റെ കളറൊക്കെ ഉണ്ടോ, നല്ല നീല കളറാണേ. നെയ്റ്റ് കടയൊക്കെ ആരംഭിച്ചു കേട്ടോ. ഒരു 6 മണിയായിട്ടുണ്ടാവും. ഇങ്ങനെ കേട്ടോ കാലാവസ്ഥ. പെട്ടെന്ന് അങ്ങ് രാത്രിയാവുമേ. നല്ല തണുപ്പുണ്ട്. ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാർക്കിലേക്കാ. പക്ഷെ ഞങ്ങൾ താമസിക്കുന്നിടത്തുനിന്ന് കുറേ ദൂരം ഉണ്ട് ആ പാർക്കിലോട്ട്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി നടന്നുകൊണ്ടിരിക്കുക. എന്ത് രസമുള്ള വ്യൂ അല്ലേ. ഞാൻ കണ്ടപ്പോൾ നിങ്ങളെയും കൂടി കാണിച്ചു തരണമെന്ന് തോന്നിയേ. നല്ല ചുമപ്പായിട്ട് ഇരിക്കുന്ന ആകാശമൊക്കെ. ബ്രാൻഡഡ് സാധനങ്ങൾ. ഭയങ്കര തിരക്കാണ് കേട്ടോ ഈ ഒരു സമയത്ത്. പക്ഷെ ഈ ഒരു കാലാവസ്ഥ ആയതുകൊണ്ടാണ് പുറത്തോട്ട് ഇറങ്ങിയേ. അങ്ങ് ചുമപ്പ് കാണുന്നില്ലേ, അവിടോട്ടാണ് നമുക്ക് പോവേണ്ടത്. അതുവരെ നമുക്ക് യാത്ര ചെയ്യാൻ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് വളരെ എളുപ്പമായിട്ട് തോന്നും, പക്ഷെ കുറേ ദൂരമുണ്ടേ. എന്തായാലും നമുക്ക് ആ സിഗ്നൽ ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് പോവാം. അതൊരു വില്ല സൈഡാ. ദുബായിയുടെ മെയിൻ ബിൽഡിങ്ങുകളൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. എന്ത് രസമാണല്ലേ. പക്ഷെ എനിക്കിഷ്ടമല്ല കേട്ടോ ഇത്രയും തിരക്കും ഒക്കെ ഉള്ള, അല്ലെങ്കിൽ ഇത്രയും ബിൽഡിംഗ് ഉള്ള ഒരു സ്ഥലം എനിക്ക് ഇഷ്ടമേ അല്ല. ഞങ്ങൾ പോകുന്ന പച്ചപ്പുകളൊക്കെ ഉള്ള സ്ഥലത്തോട്ടാ. ഓ അയ്യോ, സിഗ്നൽ ഓപ്പൺ ആയി. നമുക്ക് എത്താൻ പറ്റിയിട്ടില്ല. ആ സിഗ്നൽ നമുക്ക് കിട്ടില്ല. ആ സാരമില്ല, എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുക. ഇത് നല്ല പ്രായമുള്ളൊരു മരമാണ് കേട്ടോ. നമ്മൾ ഏകദേശം ആ ചുമപ്പിന്റെ കീഴിലോട്ട് എത്താറായി. പക്ഷെ രാത്രി ആവുന്ന പോലെ തോന്നുന്നു. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് ദൂരെ ബുർജ് ഖലീഫ കാണാം കേട്ടോ. എന്താ അല്ലേ, നല്ല രസമുണ്ട്. ഇനിയിപ്പോൾ ഈ യു എ നിറച്ച് ചെടികളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കുമേ. കാരണം ക്ലൈമറ്റ് മാറി ഇപ്പം പല പല തരത്തിലുള്ള ചെടികളായിരിക്കും. കണ്ടോ, വേലിയിലൊക്കെ മഞ്ഞ കളർ പൂക്കൾ ഉണ്ടായതുണ്ടോ. എന്ത് രസമല്ലേ. ചെറിയൊരു വേലിയാണേ ചെടികളൊക്കെ വെച്ചിട്ടുള്ള. ഈ ചെടി നാട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് ഈ ചെടി തന്നെയാണോന്ന് എനിക്കറിയില്ല. തകരാന്നെന്തോ ആണ് പേരെന്ന് തോന്നുന്നു അല്ലേ. എനിക്ക് ഉറപ്പില്ല കേട്ടോ ആ ചെടി തന്നെയാണോന്ന്. പിന്നെ ഇവിടെ കൂടുതലുള്ളത് വേപ്പാണ്.
ആര്യവേപ്പ്. എല്ലാ സ്ട്രീറ്റിലും ഓരോ മൂട് ആര്യവേപ്പ് ഉണ്ടാവും. ഔഷധ സസ്യമൊക്കെ ആണെങ്കിലും എനിക്ക് വലിയ കാര്യമൊന്നുമല്ല കേട്ടോ. കാരണം ഇവിടെ കണ്ട് 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 നമുക്ക് അതിനോടൊരു താല്പര്യമില്ല. ഞങ്ങൾ വീണ്ടും നടന്നുകൊണ്ടിരിക്കുവാണ്. മെട്രോയുടെ കീഴിൽ കൂടെ നടക്കുന്നത്. ഭയങ്കരമായിട്ട് വണ്ടിയൊക്കെ പോകുന്ന ശബ്ദമുണ്ട്. അതുകൊണ്ട് എന്നാലും നല്ലൊരു ഈവനിങ്ങാ. വീട്ടിലിരുന്നിരുന്ന് ചിലപ്പോൾ ഈ ഒരു ഈവനിങ് മിസ്സായി പോനെ ഞങ്ങൾക്ക്. അത് കണ്ടോ എന്ത് രസാന്ന് നോക്ക്. ഞാനിങ്ങനെയുള്ള വ്യൂ കണ്ടിട്ടുള്ളത് എവിടാന്നറിയോ? ഗൂഗിൾ ഫോട്ടോസൊക്കെ മാറി മാറി വരത്തില്ലേ, അപ്പം നമ്മുടെ ഹോം സ്ക്രീനിൽ വരുന്ന ചില ഫോട്ടോസൊക്കെ ഇല്ലേ, അതിനകത്ത് മാത്രം ഇത്രയും നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. ആ ടെക്സ്ചറൊക്കെ അങ്ങ് മാറിപ്പോയി ഗൈസ്. ഇരുട്ടായി തുടങ്ങി സത്യം പറഞ്ഞ ഇവിടെ. എന്നാലും ഞങ്ങൾ പോവാ. ഞങ്ങളൊരു പാർക്കിലോട്ടാ പോകുന്നേ. ഈ സിറ്റി ലൈഫിൽ ശരിക്കും ബോറിങ്ങാ. അവിടെ പോയി കഴിയുമ്പോഴേ ഒരു 5-5:30 ആകുമ്പോഴത്തേനും ഒരു കിളികളുടെ ഒരു കരച്ചിലൊക്കെ ഉണ്ട്. ചില്ല് മരത്തിലൊക്കെ ഇരുന്നിട്ട്. അണ്ണാനും ഉണ്ടെന്ന് തോന്നുന്നു. എനിക്കതൊക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതൊരു പള്ളിയാണ് കേട്ടോ. ഇപ്പം നിസ്കാര സമയം. ഇത് അറബി വില്ലയുടെ ഫ്രണ്ടിൽ 2 പൂച്ചസാറുകൾ തമ്മിൽ വർത്താനം പറഞ്ഞിരിക്കുവാണേ. ഇവിടെ ഇപ്പൊ തണുപ്പ്. അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ചേർന്നിങ്ങനെ ഇരിക്കുവാണ്. എന്തൊക്കെയോ കാര്യം പറയുവാന്ന് തോന്നുന്നു. ഇവിടെ കുറച്ച് മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഉള്ള സ്ഥലത്തൊക്കെ ആൾക്കാരെല്ലാവരും ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഇങ്ങനെ മണ്ണി ചവിട്ടി നടക്കുന്നതും പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ ചെടികൾ നടാൻ പറ്റാത്തതാണൊരു വിഷമം. ഞാനിതെല്ലാം മിസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ കുറേ ആൾക്കാർ പറയും, ഓ ഇതൊക്കെ ഭയങ്കര ഭാഗ്യമാണ്, ഇവിടെ നിൽക്കുന്ന ഭയങ്കര ഭാഗ്യമാണെന്ന്. സത്യം പറഞ്ഞാൽ പ്രവാസികളെല്ലാം ഗതികേട് കൊണ്ട് കിടക്കുന്നതാണ് ഇവിടെ. കാരണം നാട്ടിൽ വന്ന ജോലിയില്ല, പണിയില്ല, ബുദ്ധിമുട്ടുകൾ വേറെ എന്ന് വിചാരിച്ച് മാത്രം ഇവിടെ കിടക്കുന്നവരാ കൂടുതലും ആൾക്കാർ. അല്ലാണ്ട് ഇഷ്ടപ്പെട്ടിട്ടൊന്നും കിടക്കുന്നവരല്ല കേട്ടോ. എനിക്കും അതുപോലെ തന്നെ. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമല്ല. ബോഗൻവില്ല. ഇവിടെ കൂടുതലുള്ളത് ബോഗൻവില്ലയാണ്. പിന്നെ ഒരു ചെടിയും കൂടി ഉണ്ട്. ഈ പശ വരുന്ന ഒരു ചെടി ഉണ്ടല്ലോ, നമ്മൾ ഈ ശിവന്റെ അമ്പലത്തിൽ മാല കെട്ടിയിടുന്ന ആ ഒരു ചെടി ഇവിടെ നന്നായിട്ട് വളരും. പിന്നെയും മുൾച്ചെടി ഉണ്ടല്ലോ, അതും ഉണ്ടാവാറുണ്ട്. അതൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടമല്ല. പിന്നെ 10 മണി ചെടിയുണ്ട്, അത് നട്ടു വളർത്തുന്ന കാണാം കുറേ ആൾക്കാരൊക്കെ. ഇതൊരു അറബി വില്ലയാണ് കേട്ടോ. അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ പൂക്കൾ വെച്ചിട്ട് ഇങ്ങനെ ആർച്ച് പോലെ പണിഞ്ഞ് വെച്ചേക്കാണ്. ബോഗൻവില്ലയാണ് ഇതുപോലെ ആർച്ച് പോലെ ആക്കിയിട്ടുള്ളത്. കൂടുതലും മലയാളികളായിരിക്കും ഇവിടെ പണിക്കാരൊക്കെ ആയിട്ട് നിൽക്കുക. അപ്പോൾ അവരുടെ ടേസ്റ്റിലുള്ള ചെടികളും കായ്കളൊക്കെ ആയിരിക്കും വെച്ച് പിടിപ്പിക്കുക. അതുകൊണ്ട് തന്നെ എല്ലാ വീട്ടിലും പ്ലാവും അതുപോലെ മാവും ഒക്കെ വെച്ച് പിടിപ്പിക്കും. കായ്ബലമൊന്നും ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ മിക്ക വീട്ടിലും നിൽക്കുന്നത് കാണാം പേരക്കയൊക്കെ. അപ്പം മലയാളികളുള്ളതുകൊണ്ട് അങ്ങനത്തെ ഉള്ള ചെടികൾ. പിന്നെ മുല്ലപ്പൂവൊക്കെ, അതൊക്കെ നമ്മുടെ നാട്ടിലുള്ളതല്ലേ. അവിടെ നിന്ന് അവർ ലീവിനൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ കൊണ്ടുവരുന്നതാ. ഈ അറബിമാരെയൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടേ അവർക്കിതൊക്കെ കാണുന്നത് വലിയ സന്തോഷമാണ്. എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് വീടിൻ്റെ ചുറ്റും ഇങ്ങനെ കളർ ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കുന്നത്. ഇതിവിടെ മാത്രം കണ്ടുവരുന്നൊരു ചെടിയാണേ. ഇത് അത്ര ആയുസില്ല ഇതിന്. പെട്ടെന്ന് അങ്ങ് വാടി കരിഞ്ഞങ്ങ് പോവും. പക്ഷെ ഇത് പല കളറിലുണ്ട്. ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്ന കാണാൻ നല്ല രസമാണ്. ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഒരു ഭംഗിയില്ല. ചുമപ്പുണ്ട്, വയലറ്റ് ഉണ്ട്, വെള്ളയുണ്ട്, പല കളറിലും മിക്സ് ആയിട്ടുള്ളതുണ്ട്, റോസ് ഉണ്ട്. എനിക്ക് ഇതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ ഇതാ. ഈ കളർ കണ്ടോ, ഇത് നല്ല രസമുണ്ട്. ഇത് വെള്ളയും ഇതും കൂടി ഇടകലർത്തി ഇടാൻ നല്ല രസമുണ്ടാകും കാണാൻ. ഇവിടെ വരെയാണ് കേട്ടോ അത് വെച്ചുപിടിപ്പിച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു ചെടി, ഇത് നാട്ടിലുള്ള ചെടിയാ. പിന്നെ ചെറിയ സീനിയ ഉണ്ടോ. പിന്നെ ഇവിടെ മുരിങ്ങയുണ്ടേ പുറത്ത്. കേസ് നമുക്ക് പോകേണ്ടത് ആ പാർക്കിലാണേ. നമ്മൾ അങ്ങോട്ട് വെച്ചുപിടിക്കുവാണ്. ഇവിടെ ചെറിയൊരു സീബ്ര ക്രോസിംഗ് ഉണ്ട്. അതുവഴി ഞാൻ പതുക്കെ അപ്പുറത്തോട്ട് കിടക്കുക.
കുറേ ദൂരത്തുനിന്ന് ഈ പാർക്കിലോട്ട് വരുന്നത്. ഐഷുവിനെ വിചാരിച്ചാണ് വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഐഷു വീട്ടിൽ ഓടിക്കളിക്കാനൊന്നും സ്ഥലമില്ലല്ലോ. അപ്പോൾ ഇവിടെ വരുമ്പോൾ കുറേ കുട്ടികളൊക്കെ ഒത്തിരി നേരത്തെ വന്നിരുന്നെങ്കിൽ ഉണ്ടായിരുന്നു. ഇപ്പം എല്ലാവരും പിരിഞ്ഞ് അങ്ങ് പോവുക. ഇനിയിപ്പോൾ അവിടെ കൊണ്ട് നിർത്താനേ താമസമുള്ളൂ. എല്ലായിടത്തും ഓടിക്കളിച്ച് നമ്മളൊരു വശത്താക്കും കേട്ടോ. പാർക്കിനി അടച്ചോന്ന് അറിയത്തില്ല. ഇത് കുട്ടികളുടെ പാർക്കായതുകൊണ്ട് പെട്ടെന്ന് അടയ്ക്കാറുണ്ട്. രാത്രിയൊക്കെ ഞങ്ങൾ വരുന്ന സമയത്ത് ഇത് ഓണല്ല. ഇവിടെ ഒരു സൈഡിൽ വില്ലാസും ഒരു സൈഡിൽ പാർക്കുമാണ്. ഇത് ചെറിയൊരു പാർക്കാണ്, വലിയ പാർക്കൊന്നുമല്ല. കുട്ടികൾക്ക് വേണ്ട അത്യാവശ്യം ചില സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു ചെറിയ പാർക്ക്. നിറച്ച് പൂച്ചകളാണ് ഇവിടെ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഐഷു കിടന്ന് നല്ല സുഖമായിട്ട് ഉറങ്ങുവാണേ. എന്തായാലും പാർക്കിൻ്റെ എൻട്രൻസിലോട്ട് നമുക്ക് കയറാവേ. അപ്പത്തേനും ഐഷു നല്ല ഉറക്കമാണ്. ഇത്രയും ദൂരം നടന്നു വന്നപ്പോഴത്തേക്ക് ഐഷുവിനെ ക്ഷീണമായി. ഐഷു ഉറങ്ങി. നടന്നത് ഞങ്ങൾ അവളെ ഈ സ്ട്രോളറിലിട്ട് ഇങ്ങനെ കൊണ്ടുപോകത്തേ ഉള്ളൂ. കുട്ടികളൊക്കെ ഓടിച്ചാടി കളിക്കുന്നുണ്ട്. കുറേ പേര് എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ടേ. കുറച്ച് കഴിയുമ്പോൾ ഇതങ്ങ് അടയ്ക്കും. എന്നാലും അടയ്ക്കുന്ന വരെ നമുക്കിവിടെ ഇരിക്കാം. ഇന്ന് തണുപ്പും എല്ലാണ്ട് കുറവാ. ഞാൻ പറഞ്ഞ മരം ഇതാണേ. ഈ മരത്തിന്റെ ഉള്ളിലാണ് നിറച്ച് കിളികളൊക്കെ വന്നിരിക്കുക. നിറച്ച് ശബ്ദമൊക്കെ കിളികളുടെ കിളി 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 എന്നുള്ള ശബ്ദമാണ്. നല്ല രസം. ഇവിടെ മെഡിറ്റേഷന് വന്നിരിക്കുവാണെങ്കിൽ നല്ല റിലാക്സേഷൻ കിട്ടും. എൻ്റെ സ്ഥിരം സീറ്റ് ഇതാ ആയിരിക്കുന്നത്. ഞാൻ അവിടെ വന്നായിരിക്കാം. കുറേ കുട്ടികൾ അവിടെ വന്ന് കളിക്കുന്നുണ്ടോ? അത് ബേബി സിറ്റിംഗ് ആണ് കേട്ടോ. അവർ കുറേ നേരമൊക്കെ വീട്ടിലൊക്കെ വെച്ച് കുട്ടികളെ നോക്കിയതിന് ശേഷം വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഈ ഒരു സമയത്ത് ഇവിടെ കൊണ്ടുവന്നെടുത്ത് കുറച്ച് നേരം കളിപ്പിക്കും. ഒരു 4 മണി 3:30 ആകുമ്പോൾ വരുന്നതാ. പിന്നെ ഈ സമയം അവർ തിരിച്ചു പോകത്തില്ല. പിന്നെ അതിൽ ഇച്ചിരി കൂടെ വലിയ പിള്ളേർക്ക് ഇത് കണ്ടോ, അവിടെ ഒരു കോർട്ടുണ്ട്, ഫുട്ബോളൊക്കെ കളിക്കാം. പിന്നെ ഇതേ ചെറിയ കുട്ടികളൊക്കെ അവിടെ ഇരുന്നിട്ട് ഊഞ്ഞാലാടുന്നുണ്ടേ. എന്ത് വലിഞ്ഞ ആടുന്നേന്നൊക്കെ. പിന്നെ കുറേ പേര് മണ്ണിലൊക്കെ കളിക്കുന്നുണ്ട്. ഐഷുവിൻ്റെ പ്രായത്തിലുള്ള പിള്ളേരാ. ഇന്ന് ഞങ്ങളുടെ ചിപ്സൊക്കെ കഴിക്കൽ കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഇരുന്ന് കുറച്ച് ചിപ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിച്ചു. ഇനി കുറച്ച് വെള്ളം കുടിക്കും. ഇവിടെ ആകുമ്പോൾ ഉണ്ടല്ലോ, ഈ പാർക്കിലൊരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ചാൽ ഇത് ഫാമിലി പാർക്ക്. ഒത്തിരി ആൾ വരത്തില്ല. കുഞ്ഞുങ്ങൾക്ക് അത്യാവശ്യം കളിക്കാനൊക്കെ ഉള്ള ഒരു സ്ഥലവും ഉണ്ട്, സാധനങ്ങളും ഉണ്ട്. ഇങ്ങനെ കയറി ഊർന്നിറങ്ങുന്നത്, ഊഞ്ഞാൽ, അതെല്ലാം ഉണ്ട്. മാത്രമല്ല മെയിനായിട്ടുള്ള കാര്യം ബാത്റൂം ഉണ്ട്. പിന്നെ വെള്ളം എടുക്കണമെങ്കിൽ നമുക്ക് വെള്ളം എടുക്കാം. ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു ഗുണം. പിന്നെ മാത്രമല്ല നല്ല കിളികളുടെ ശബ്ദമുണ്ട്. എനിക്കതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കേട്ടോ. നല്ലൊരു എന്താ പറയുക, നാട്ടിലിരിക്കുന്നൊരു ഫീലിംഗ്. കൊച്ചു പാർക്കാണ്, വലിയ പാർക്കൊന്നുമല്ല, കൊച്ചു പാർക്കാണ്, എന്നാലും ഓക്കെയാണ്. ഇതൊന്നും എൻജോയ് ചെയ്യാണ്ട് എൻ്റെ മോള് കിടക്കണം നല്ല സുഖമായിട്ട് കിടന്ന് ഉറങ്ങുവാണ് കേട്ടോ. അങ്ങ് ദൂരെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 3 ആൾക്കാർ ഇന്ന് അവർ ഫോണിൽ നോക്കി കളിച്ചുകൊണ്ടിരിക്കുവാണേ. അങ്ങനെയാണ് ഇവർക്ക് വീട്ടിലിരുന്ന് ഫോണിൽ നോക്കിക്കൂടെ? ചില ആൾക്കാർ ഓടുന്നുണ്ട്, ചില ആൾക്കാർ ഫാമിലിയോട് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. കൂടുതലും കുട്ടികളെ കൊണ്ട് വരുന്നതാണേ. കണ്ടോ, എന്ത് രസമല്ലേ. കുഞ്ഞു മക്കളൊക്കെ ഒരുപാട് പിള്ളേരുണ്ട് കേട്ടോ ഊഞ്ഞാലൊക്കെ ആടുന്നത്. നമ്മൾ വെള്ളം തിരക്കിയാ പോകുന്നേ, കുടിവെള്ളം നോക്കി. അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. ഒക്കെ പോവാം അങ്ങോട്ട്. ഒത്തിരി എണിച്ചു. സെറ്റ് ഗോ. എൻ്റെ മകൾ എണിച്ചിട്ടുണ്ട്. ഇനി യാത്ര ആരംഭിക്കുകയാണ്. ഡ്രോറയുടെ പ്രയാണം. ഇനി പിടിച്ചാൽ കിട്ടത്തില്ല. ഇനി ഞാൻ പുറകെടുക്കണം. താറ്റൊക്കെ പറഞ്ഞ് പോവുക. അമ്മ അച്ഛൻ അങ്ങോട്ടിൽ പൊക്കോളാൻ. എൻ്റെ പുത്രി എവിടെ? എൻ്റെ പുത്രി എവിടെ? ഡോറയുടെ പ്രയാണമാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഇനി മുതൽ.
നോക്കുക കേട്ടോ. വാട്ട്? ഓ, ആൾക്കാരെയൊക്കെ നോക്കുക. തീരുമാനത്തിലെത്തിയിട്ടില്ല എവിടേക്ക് പോകണമെന്ന്. ആ ആ കത്തുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്തു. ഷൂ ഒക്കെ കത്തുന്നുണ്ട്. ആ ഓ, വണ്ടി കണ്ടു. അയ്യോ, പിടിക്ക അതൊന്ന് വീഴും. എടി കൊച്ചേ, അതുമ്പോ ഇരിക്കുന്നതല്ല. ആരെയോ വണ്ടി കിട്ടിയിട്ടോ, അപ്പോൾ വണ്ടിയിൽ നിന്ന് കയറാൻ ശ്രമിച്ചതാ. ആ, പ്രയാണം ആരംഭിച്ചിരിക്കുന്നു. അയ്യോ അയ്യോ അയ്യോ, എന്ത് പറ്റിയതാ? വാട്ട് ഹാപ്പൻഡ്? ഹേയ്, എന്താ? വാട്ട് യു വാണ്ട്? അയ്യോ, അത് ഇന്ത്യ അല്ല. നോ 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 നോ. അങ്ങനെ ഐഷും ചാസിനും ഊഞ്ഞാലാടാൻ പോവാട്ടോ. കമ. ഏയ്, ഉറക്കത്തിൽ നിന്ന് എണിച്ചിരിക്കുവാണേ. ഈ മണ്ണിലത്തൊക്കെ കിടന്ന് ഒന്ന് കുളിച്ചാൽ കൊള്ളാന്നുണ്ട്. ഇത് നല്ല സേഫ്റ്റി ഉണ്ട് കേട്ടോ ഈ ഊഞ്ഞാലയ്ക്ക്. കാരണം കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ഒരു കാര്യം കണ്ടേ. ആയമില്ലടാ സജാ, ആയമില്ലടാ. ഐഷുവിനെ പുറത്തോട്ട് ഇറക്കി വിട്ടേക്കുവാണേ. ഐഷുവെ ഒത്തിരി ഇങ്ങനെ കുത്തി മറിഞ്ഞുള്ള ശീലമില്ല, അതുകൊണ്ട് എല്ലാവരും അത്ഭുതത്തോടു കൂടിയേ കാണുന്നേ. അവൾക്ക് 1.5 വയസ്സല്ലേ ആയിട്ടുള്ളൂ. ഇനി അവളെ ശരിക്കും ഇങ്ങനെ ഇതുപോലെ മണ്ണിലൊക്കെ കളിക്കാൻ വിടണം. അപ്പോഴാ കുട്ടികളുടെ എനർജി നല്ല കളിച്ച് അവർ അതൊന്നും മാറി കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര എനർജി ആയിരിക്കും, നമ്മുടെ പ്രഷർ കൂടും. മണ്ണിൽ ഇറങ്ങിയും കയറിയും കളിക്കുവാണേ. കുട്ടികളങ്ങനെ അടുക്കി പിടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇതുപോലെ കളിക്കാനുള്ള ഏതെങ്കിലും പാർക്കിലെങ്ങാനും കൊണ്ട് വിടുക. ഇപ്പം എല്ലാവരും ഓൾമോസ്റ്റ് കയറിപ്പോയി കഴിഞ്ഞു. ഐഷുവിൻ്റെ കളിയുടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ചപ്പ് വരയ്ക്കും. ഓ ഗൈസ്, ഒരു വലിയ യുദ്ധം കഴിഞ്ഞിട്ട് തിരിച്ചു പോവാണ്. പാർക്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഐഷു ഒന്ന് സ്റ്റാർട്ടാകാൻ കുറച്ച് താമസമാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് വരാനാണ് പാട്. അപ്പം എല്ലാം പിടിച്ചു കെട്ടി ഞങ്ങൾ കൊണ്ടുപോവുകയാണ്. അപ്പം ഒത്തിരി ലേറ്റായി പോയി ഇന്ന്. ഇനി ഒരു ദിവസം വരാം, നേരത്തെ വരാം. അപ്പം ഐഷുവിനൊക്കെ കുറേ നേരം ഇരുന്ന് കളിക്കാമല്ലോ. ഇന്നപ്പോൾ ഒത്തിരി ലേറ്റായി, 9 മണി എങ്ങാണ്ടായി. വൈകുന്നേരം വന്നതാ. അപ്പം തിരിച്ചു പോട്ടെ. അപ്പം ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ ബൈ. ഓക്കെ, സീ യു.